ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഹ്യുണ്ടായി വെർണയാണ്. അപ്പോൾ ഹ്യുണ്ടായുടെ സെഗ്മെൻറ്റിലുള്ളൊരു സെഡാൻ കാറാണ് ഹ്യുണ്ടായി വെർണ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ഹ്യുണ്ടായി വെർണ SX എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ടോപ്പ് മോഡലിന് തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ് SX വേരിയൻറ്റ്. ഇതിൻ്റെ മുകളിൽ ഒരു വേരിയൻറ്റും കൂടെ ഉണ്ട്, SX ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് SX വേരിയൻറ്റിൽ എന്തൊക്കെയുണ്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഒരു കീ വരുന്നത്. നമുക്ക് കീ വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പുതിയ മോഡൽ കീ ആണ് വരുന്നത് ഹ്യുണ്ടായി വെർണയ്ക്ക്. വളരെ പ്രീമിയം രീതിയിലുള്ളൊരു കീയും കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് വരുന്നത്. അട്രാക്ഷനായിട്ട് കാണുന്നത് ഫ്രണ്ടിലുള്ള ഒരു കണക്റ്റഡ് DRL തന്നെയാണ്. അത് ബോണറ്റിൻ്റെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ സൈഡ് വരെ കണക്റ്റഡ് പോകുന്നുണ്ട്. അത് വർക്കിംഗ് ആണ്. അപ്പോൾ 3 സെക്ഷനായിട്ടുള്ള LED ഹെഡ്ലൈറ്റാണ് ഈ ഒരു SXന് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഒരു കോർണറിങ് ലൈറ്റും കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇൻഡിക്കേറ്ററിൻ്റെ പോർഷൻ വരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ലൈറ്റാണ് ഇതിന് വരുന്നത്, LED ലൈറ്റാണ് വരുന്നത്. 2 പാർക്കിംഗ് സെൻസർ അവൈലബിൾ ആണ് വെർണയ്ക്ക്. ഹ്യുണ്ടായിൻ്റെ പുതിയ എംബ്ലം ഇവിടെ ബാഡ് ചെയ്തിട്ടുണ്ട്. ഒരു അലുമിനിയം ടൈപ്പ് ഫിനിഷിലുള്ള എംബ്ലമാണ് പുതിയതായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ വശത്തിലേക്ക് വരുമ്പോൾ വലതുവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആദ്യം തന്നെ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. ഇതിൻ്റെ പ്രൊഫൈൽ വരുന്ന 205, 55, 6, 16 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. SX വേരിയൻറ്റിനാണ് ഈ ഒരു രീതിയിലുള്ള അലോയ് വീൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേണിംഗ് ഇൻഡിക്കേറ്റർ വരുന്നത്. മിററിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ സൈഡിൻ്റെ ഡോറിലെ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് കീ പോക്കറ്റിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്തുകൊണ്ട് വണ്ടി അൺലോക്ക് ചെയ്യാം. ചെറിയൊരു സൺറൂഫും ഈ ഒരു SX വേരിയൻറ്റിന് ഹ്യുണ്ടായി നൽകിയിട്ടുണ്ട്. വളരെ വൈഡായിട്ടുള്ള വിൻഡ് ഷീൽഡാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി എല്ലാം തന്നെ ഭയങ്കര കൂടുതലാണ്. നമുക്ക് റിയർ സീറ്റ് ചെക്ക് ചെയ്ത് നോക്കാം, സ്പേസും കാര്യങ്ങളൊക്കെ. വൈഡായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന റിയർ ഡോറ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ഫിനിഷിംഗ് ആണ് വരുന്നത്. 2 കളറത്തെയും മിക്സിംഗ് ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ നമുക്ക് ഗ്രേജും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറായിരിക്കും വരുന്നത്. സീറ്റെല്ലാം തന്നെ ഗ്രേജ് കളറിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റിയറിലെ സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നത്. നമുക്കിവിടെ ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. 2 ബാക്കിലിരിക്കുന്ന 2 പേർക്കും അതുപോലെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെൻറ്റർ കൺസോൾ വരുന്നത്. ഒറ്റ യൂണിറ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒറ്റ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് ഇതിൻ്റെ സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി ഇതിൻ്റെ സൈഡിലാണ് നമുക്കിവിടെ കോട്ട് ഹാങ് ചെയ്യാനുള്ള ഒരു പോർഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ഇതിന് കർട്ടൻ എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് പാർസൽ ട്രേ എല്ലാം ആ ഒരു പോർഷനെല്ലാം തന്നെ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കില്ല. ഈ വെർണയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പോർഷൻ തന്നെ ഇതിൻ്റെ റിയർ പോർഷനാണ്. ഇതിൻ്റെ ഒരു H ഷേപ്പിലുള്ള ഒരു കണക്റ്റഡ് ആയിട്ടുള്ള LED ടെയിൽ ലൈറ്റാണ് ഹ്യുണ്ടായി ഈ ഒരു വെർണയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ വെർണ എന്നുള്ള ഒരു ബാഡ്ജിങ് എല്ലാം തന്നെ ആ ഒരു ലൈറ്റിൻ്റെ ഉള്ളിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രീമിയം ആയിട്ടാണ് നമുക്ക് ഒരു റിയർ പോർഷനിൽ തോന്നുന്നത്. SXൻ്റെ ബാഡ്ജിങ്ങും അതുപോലെ 4 പാർക്കിംഗ് സെൻസേഴ്സും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. SX ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ലെവൽ 2 ADASൻ്റെ ഫീച്ചേഴ്സും സെൻസറും എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ വെർണയുടെ ബാഡ്ജിങ് എല്ലാം തന്നെ ലൈറ്റിൻ്റെ ഉള്ളിലാണ് ലഭിച്ചിരിക്കുന്നത്. റിയർ ക്യാമറ അതുപോലെ തന്നെ നമുക്കിവിടെ ടേണിംഗ് ഇൻഡിക്കേറ്റർ എല്ലാം കാണുവാൻ സാധിക്കും. ഹ്യുണ്ടായുടെ പുതിയ എംബ്ലം, ആ ഒരു അലുമിനിയം ടൈപ്പിൽ എംബ്ലം നമുക്കിവിടെ കാണാൻ സാധിക്കും. 528 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വെർണയ്ക്ക് നൽകിയിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ള വണ്ടിയാണ് വെർണ എന്ന് പറയുന്നത്. ഡീഫോഗർ ലൈൻസിൻ്റെ ഒരു ലൈൻ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഷാർഫിൻ ആൻറ്റിന വരുന്നുണ്ട്. SX ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഒരു സൺഷെയ്ഡും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിയറിലെ ആ ഒരു ലുക്ക്. ഇനി നമുക്ക് ഡ്രൈവർ സീറ്റിൻ്റെ ആ ഒരു പോർഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഡ്രൈവർ സീറ്റിൻ്റെ ഡോറിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. നമുക്കിവിടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള മിറർ വരുന്നുണ്ട്. മിറർ മടക്കാനുള്ള സ്വിച്ച് ഉണ്ട്. പിന്നെ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഐഡിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ, ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെയുള്ള ഫീച്ചർ. ഇതിൻ്റെ പെഡൽസ് കാര്യങ്ങളെല്ലാം ഈ രീതിയിലാണ് വരുന്നത്. നമുക്കിവിടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ വരുന്നത്. ഓട്ടോ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വരുന്നുണ്ട്. വെൽക്കം ഫംഗ്ഷനും എല്ലാം തന്നെ ഈ ഒരു ഹെഡ്ലൈറ്റിൽ നമുക്ക് വരുന്നുണ്ട്.
അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻറ്റീരിയറിൽ അട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീൽ ടച്ചാണ് ഈ ഒരു വെർണയ്ക്ക് ഹ്യുണ്ടായി നൽകിയിരിക്കുന്നത്. പിന്നെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിവിടെ ബൂട്ടും അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ ലിഡും ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചസ് കാണാൻ സാധിക്കും. സീറ്റ് ഹൈറ്റ് മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക്കലി വരുന്നില്ല. SX ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് മാനുവലിയാണ് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിലെ ആ ഒരു ഡിസൈൻ വരുന്നത്. നമുക്കിവിടെ 2 സെക്ഷനായിട്ടുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഇതിന് വരുന്നത്. ഇത് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് വരുന്നത്. ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു അനിമേഷനോട് കൂടി നമുക്കിവിടെ സ്ക്രീൻ ഓൺ ആവും. അതിൽ തന്നെ ഫുള്ളി ഡിജിറ്റലായിട്ടൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വെർണയ്ക്ക് നൽകിയിരിക്കുന്നത്. 8 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. വിത്ത് റിവേഴ്സ് ക്യാമറ ഇൻബിൽറ്റായിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ടച്ച് റെസ്പോൺസും കാര്യങ്ങളെല്ലാം നൽകുന്നൊരു സ്ക്രീനാണ് ഇതിനുള്ളത്. ഇനി സ്റ്റിയറിംഗിലെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ക്രൂയിസ് കൺട്രോളും വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് ഉണ്ട് ഇടതുവശത്തായിട്ട് വരുന്നത്. പിന്നെ മെനു ടോഗിൾ ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്, ഓക്കെ ബട്ടൺ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇടതുവശത്തെ കൺട്രോൾസിൽ വരുന്നത്. ഈ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. പിന്നെ ഓക്കെ ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലസ്റ്ററിലെ ഡീറ്റെയിൽസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടണാണിത്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നമുക്ക് ഈ ഒരു വണ്ടിക്ക് അവൈലബിൾ ആണ്. ലൈറ്റ്സിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് മാറ്റാൻ സാധിക്കും. ലൈറ്റ്സിൻ്റെ ഇലുമിനേഷൻ, 1 ടച്ച് ടേണിംഗ് ഇൻഡിക്കേറ്റർ, ആംബിയൻ ലൈറ്റിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നെസ്സിൻ്റെ ഇത് നമുക്ക് ലെവലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആംബിയൻ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് SX വേരിയൻ്റ് ആയതുകൊണ്ട് ആംബിയൻ ലൈറ്റിങ് നമുക്ക് 10 കളറാണ് ലഭിക്കുന്നത്. നിങ്ങൾ SX ഓപ്ഷൻ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ 64 കളറിൽ നമുക്ക് ഈ വണ്ടിയിൽ ആംബിയൻ ലൈറ്റിങ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ വലതുവശത്ത് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് നമുക്ക് ആംബിയൻ ലൈറ്റിങ്ങിനുള്ള ഒരു പോർഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് വയലറ്റ് കളർ ലൈറ്റിംഗ് കൂടെ കാണുവാൻ സാധിക്കും സ്ട്രിപ്സ് ആയിട്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ആ ഒരു ലൈറ്റ് അങ്ങേയറ്റം വരെ കണക്റ്റഡ് ആയിട്ട് പോയിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ ഒരു കളറിൻ്റെ തീം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ AC-ൻ്റെ കൺട്രോൾസും അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത്. 1 ടച്ചിൽ നമുക്കിവിടെ ഓഡിയോ സിസ്റ്റം ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ AC-ൻ്റെ കൺട്രോൾസും ഒരേ സ്വിച്ചിൽ തന്നെ ചേഞ്ച് ചെയ്യാം. ബട്ടണും മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളെല്ലാം ഉണ്ട്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. വളരെ ലൈറ്റായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണിത്. അത്ര ഹാർഡല്ല, വളരെ ലൈറ്റായിട്ട് നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മിറർ വരുന്നത്. നമുക്ക് ഇതിൻ്റെ സൺറൂഫിൻ്റെ കൺട്രോൾ വരുന്നത്. ഈ രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുകൂടി ബാക്കിലേക്ക് നീക്കിയാൽ ഫുള്ളി ആയിട്ട് ഓപ്പൺ ചെയ്യാം. ഇത്രയും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പനോരമിക് സൺറൂഫ് അല്ല, നോർമൽ സൺറൂഫാണ് SX വേരിയൻറ്റിന് വരുന്നത്. നമുക്ക് വെർണയ്ക്ക് പനോരമിക് സൺറൂഫ് വരുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ സൈഡിലെ ആ ഒരു വാനിറ്റി മിററും കാര്യങ്ങളെല്ലാം വരുന്നത്. 2 സൈഡിലും മിറർ കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല ഫീച്ചറാണ്. ഗ്ലോ ബോക്സ് എല്ലാം തന്നെ കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് ലഭിക്കുന്നത് നമുക്ക്. അപ്പോൾ നമ്മുടെ ബിവറേജ് ഒക്കെ ഇതിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ലൈഡിങ് ആയിട്ടുള്ള ആംറെസ്റ്റ് വരുന്നുണ്ട്. സ്ലൈഡിങ് ടൈപ്പാണ് വരുന്നത്. ഇതിൻ്റെ കളറെല്ലാം തന്നെ ഗ്രേജ് കളറിലാണ് വരുന്നത്. നമുക്കിവിടെ 2 കപ്പ് ഹോൾഡർ ഉണ്ട്. നമ്മുടെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഗിയർ നോബ് ഇതാണ് വരുന്നത്. പിന്നെ വയർലെസ് ചാർജറിനുള്ള ഫംഗ്ഷൻ ഉണ്ട്. വയർലെസ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്ന ഫോണോട് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളും. പാർക്കിംഗ് അസിസ്റ്റ് നമുക്ക് ഒരു ക്യാമറ മോഡ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് ഫുൾ ടൈം വേണമെങ്കിൽ ക്യാമറ ഓൺ ആക്കി ഇടാം. നമുക്ക് വണ്ടി ഓടുന്ന സമയത്ത് DRVM പോലെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. റൈറ്റ് സൈഡിൽ ഓട്ടോ ഹെഡ്ലൈറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇടതുവശത്ത് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസ് വരുന്നു. അതിൽ തന്നെ സ്പീഡും അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഐഡിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട് ഇതിന്, ഫ്യൂവൽ സേവ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്, എഞ്ചിന് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്. ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് മിറർ ഫോൾഡ് ചെയ്യാൻ പറ്റും. അതേ ബട്ടൺ തന്നെ ഉപയോഗിച്ച് നമുക്ക് മിറർ അൺഫോൾഡ് ചെയ്യാൻ പറ്റും. സെൻട്രൽ ലോക്കിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്.
മിറർ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ 4 ഡോർ പവർ വിൻഡോ ഉള്ള ഓപ്ഷൻ ഉണ്ട്. 1 ടച്ച് ഡൗൺ ആൻഡ് 1 ടച്ച് അപ്പ് നമുക്ക് വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൻ്റെ ആ ഒരു ഡോറിന് 4 ഡോറിൻ്റെ പവർ വിൻഡോ കൺട്രോൾസ് ഉണ്ട്. പിന്നെ പിഞ്ച് ഫങ്ഷനുള്ള സ്വിച്ചും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഫിനിഷിംഗ് ആണ് നമുക്ക് ഡോർ പാഡിനും കാര്യങ്ങളും ലഭിക്കുന്നത്. ഇതാണ് നമുക്ക് നമ്മുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച്. നമുക്കിനി എഞ്ചിൻ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വെർണയ്ക്ക് വരുന്നത്. ബോണറ്റിൻ്റെ ആ ഒരു ലിഡെല്ലാം തന്നെ ഭയങ്കര ഇൻസുലേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സൗണ്ട് പ്രൂഫാണ്. അതുപോലെ തന്നെ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് 1.5 ക്രെറ്റയിലും. അതുപോലെ തന്നെ അൽക്കസാറിലേക്ക് ഇരിക്കുന്ന ആ 1.5 ലിറ്റർ എഞ്ചിനാണ് നമുക്ക് വെർണയ്ക്കും ലഭിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ വൈപ്പറെല്ലാം തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്കൊരു എഞ്ചിൻ്റെ പോർഷൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമുക്ക് ഈ ഒരു വെർണയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു കാറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കാം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.